ഹലോ അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 5:30-6 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര വിശപ്പ്, ഒരു ചായ കുടിക്കാന്ന്. എല്ലാവർക്കും ഉള്ള ആഗ്രഹമല്ലേ വൈകുന്നേരം ഇങ്ങനെ വരുമ്പോൾ ഒരു ചായയും കടിയെല്ലാം കുടിക്കൽ. നമ്മളെല്ലാം എപ്പോഴെങ്കിലും കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു നമുക്ക് ചായ കുടിക്കാമെന്ന്. അപ്പോൾ ഓൻ പറഞ്ഞു ആയിക്കോട്ടെ താത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ. അപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി കഴിഞ്ഞ് വരികയല്ലേ, അപ്പോൾ ഭയങ്കര ക്ഷീണത്തിലാണ്. ഞാൻ അന്ന് 5:30 പോയിട്ട് വൈകുന്നേരം 6:30 റൂമിൽ കയറുന്നു കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ഞാൻ വണ്ടി കയറിയ പാടും ഭയങ്കര ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തേ, ചായ വാങ്ങി. അപ്പം നെയ്യപ്പം തിന്നാൻ ഭയങ്കര കൊതി കേട്ടോ. കുറേ ദിവസമായി നെയ്യപ്പം തിന്നാൻ കൊതി. അപ്പോൾ ഓനോട് ഞാൻ പറഞ്ഞേടാ നെയ്യപ്പം കിട്ടുന്ന കട ഉണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നെയ്യപ്പം ഉള്ളൊരു കട കണ്ടു. ഓൻ അവിടെ നിർത്തി. ആ സ്ഥലമൊന്നും എനിക്കറിയില്ല. എന്നിട്ട് ചായയും നെയ്യപ്പം ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞാൽ നമുക്കറിയില്ല. ചായ ആ സമയത്ത് ഇനി വിശന്നിട്ടാണോ നെയ്യപ്പത്തിനെല്ലാം ഭയങ്കര രുചി, ഇത് വിശന്നിട്ടാണോ ഒന്നും അറിയില്ല, ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് തോന്നി. ചില സമയം നമ്മൾ ചില ഫുഡുകൾ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അത് നല്ല വിശപ്പുള്ളപ്പോൾ പിന്നെ കിട്ടുന്നതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആ നെയ്യപ്പം ചായയും കുടിക്കുന്ന വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ എത്ര ആൾക്ക് ഇഷ്ടമുണ്ട് ജോലി കഴിഞ്ഞെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ചായയും ഒരു കടിയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്? എത്ര ആളിങ്ങനെ കഴിക്കാറുണ്ട് ഒന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ എന്താ പറയുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് വേണം പ്ലീസ്. അതേ പറയാനുള്ളൂ. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അതേപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ നോക്കുക. വലിയ നെയ്യപ്പമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് 2 വാങ്ങണമെന്ന്. പക്ഷേ പിന്നെ അവനോട് ഞാൻ പറഞ്ഞു എടാ ഒന്ന് വാങ്ങിയിട്ട് പിന്നെ രസമുണ്ടാകും, ചിലത് ഭയങ്കര ഉറപ്പായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വാങ്ങിയിട്ട് നോക്കിയിട്ട് പിന്നെ രണ്ടാമത്തെ വാങ്ങാൻ, വെറുതെ ഉറപ്പാണെങ്കിൽ പിന്നെ തിന്നാൻ പറ്റും. പക്ഷേ വലിയ നെയ്യപ്പവും നല്ല സോഫ്റ്റ് നെയ്യപ്പമായിരുന്നു. ഒന്ന് കഴിച്ച് ചായ കുടിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു കേട്ടോ. ഈ സ്ഥലത്തൊന്നും ഞങ്ങൾ ചായ കുടിച്ചത്, ഏതാ സ്ഥലം എനിക്കറിയില്ല, അതുകൊണ്ട് സ്ഥലം ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റിയായ ചായയും നെയ്യപ്പവും കഴിച്ചിട്ടാണ് റൂമിൽ വന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ പെണ്ണുങ്ങൾ ഡെയിലി ഒന്നും കഴിക്കില്ല, നമ്മൾ എപ്പോഴെങ്കിലെല്ലാം കഴിക്കുള്ളൂ. ചില സ്ഥലത്ത് നിന്ന് നമ്മൾ എന്താ പറയുക മണിക്കൂറിന് പണിയെല്ലാം എടുക്കുമ്പോൾ നമ്മളെ പൈസ പറയുമ്പോഴോ 10 റുപ്യ കൂടുതൽ തരും, ചിലപ്പോൾ 5 റുപ്യ കൂടുതൽ വന്നിട്ട് താത്ത പോകുമ്പോൾ ചാടിച്ചോ എന്നെല്ലാം പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ചിലത് നമ്മൾ ഇപ്പോൾ നമ്മളെ മണിക്കൂറിൻ്റെ പൈസ പറയുമ്പോൾ താത്ത എന്തെങ്കിലും കുറച്ച് തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അന്ന് എനിക്ക് 10 റുപ്യ തന്നിട്ട് പറഞ്ഞ് പോകുമ്പോൾ ചായ കുടിച്ച താത്ത എന്ന് പറഞ്ഞ് അങ്ങനത്തെ മനുഷ്യന്മാരും ഉണ്ട്. പിന്നെ കുറക്കെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഖത്തറിൽ ഭയങ്കര മോശമല്ല.